ഡിയർ സ്റ്റുഡൻറ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ടേം 18ഉം ഫിഫ്ത്ത് ടേം 45ഉം. ഇനി ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്? അതിനായിട്ട് ചെയ്യേണ്ടത് ഫിഫ്ത്ത് ടേമും സെക്കൻഡ് ടേമും കുറയ്ക്കുക. മീൻസ് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഫിഫ്ത്ത് ടേം മൈനസ് സെക്കൻഡ് ടേം. അപ്പൊ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ഈക്വൽ ടു 45 ടേമുകളുടെ തുക തമ്മിലുള്ള വ്യത്യാസം. 45 മൈനസ് 18 എത്ര കിട്ടും? ഡി ഈക്വൽ ടു 27 എന്ന് കിട്ടും അല്ലേ? 3D ഈക്വൽ ടു 27 എന്ന് കിട്ടും. ഡി ഈക്വൽ ടു 27 ബൈ ഈ 3 അപ്പുറത്ത് പോകുമ്പോൾ ബൈ 3 ആകും. അപ്പോൾ 9. അപ്പൊ 9 ആണ് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ സീക്വൻസ് എഴുതാൻ പറയുകയാണെങ്കിൽ സെക്കൻഡ് ടേം 18 ആണ്. സെക്കൻഡ് ടേം എത്രയാണ്? 18 ആണ്. 18ൽ നിന്നും 9 കുറച്ച് കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ A1 എത്രയാണ്? A1 9 ആണ്. ഇനി സെക്കൻഡ് ടേം അറിയാം, A2 അറിയാം. A1 എന്നോ X1 എന്നോ ഒക്കെ പറയും. ഇവിടെ A1 എന്ന് പറയുന്നത് 18 നമുക്കറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി തേർഡ് ടേം എങ്ങനെയാണ് കാണുന്നത്? തേർഡ് ടേം കാണുന്നതിന് സെക്കൻഡ് ടേം അറിയാം 18. 18ന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ എത്ര കിട്ടും? 27. 27 ആണ് ഇവിടുത്തെ തേർഡ് ടേം. ഇനി ഫോർത്ത് ടേം എങ്ങനെ കാണും? നമുക്ക് 27 തേർഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പം എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. ഫോർത്ത് ടേം 36 ആണ്. ഇനി ഫിഫ്ത്ത് ടേം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം എത്രയാണ്? 45. 36ന്റെ കൂടെ കോമൺ ഡിഫറൻസ് 9 കൂട്ടുമ്പോൾ 45 കിട്ടും. അപ്പൊ ഇതാണ് ആ സീക്വൻസ്. 9, 18, 27, 36, 45.